ഉള്ളത് കരിയത്തുംപാറയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയായിട്ട് തോണിക്കടവ് എന്നുള്ള സ്ഥലത്താണ്. ഇതും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ തോണിക്കടവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒരു സർക്കിൾ ആകൃതിയിലുള്ള ഒരു ദ്വീപിലാണ്, ഒരു വൃത്താകൃതിയിലുള്ള ഒരു ദ്വീപാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ട ആ അരുവിയൊക്കെ വന്ന് ചേരുന്ന ചില പുഴകൾ, ആ പുഴയ്ക്കുള്ളിൽ ഒരു ദ്വീപിലായിട്ട് ഒരു വൃത്താകൃതിയിലാണ് ഈ പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 3 ഫ്ലോർ വരുന്ന രീതിയിൽ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ 3ാമത്തെ ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂസ് നമുക്ക് ഈ വൃത്താകൃതി തന്നെ കിട്ടും. മൊത്തം നമുക്കിങ്ങനെ നടന്ന് ഇവിടുന്ന് കാണാവുന്നതാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ഭംഗി അത്രമാത്രം രസകരമാണുള്ളത്. ചിലത് നമുക്ക് ക്യാമറയിലോ അല്ലെങ്കിൽ വർണ്ണിച്ചാലും മതി വരില്ല. നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ഒരു അനുഭവങ്ങൾ മനസ്സിലാവുള്ളൂ. നല്ല പാർക്കാണ്, കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യം മറ്റൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറിയൊരു മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസകരമായ ഒരു കാഴ്ച, ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉയർന്ന ആംഗിളിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് താഴേക്കുള്ള ഈ കാഴ്ച ഭയങ്കര രസകരം തന്നെയാണ്. തീർച്ചയായിട്ടും ഫാമിലികൾക്കായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വരാവുന്നതാണ്. പിന്നെ അവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ തോണിക്കടവിൽ പ്രത്യേകം വേറെ ടിക്കറ്റ് വേണ്ട, രണ്ടിനും കൂടെ ഒരു ടിക്കറ്റ് തന്നെയാണ്. അവിടെ നിർത്ത ടിക്കറ്റ് കളയാതെ അവിടെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. എന്തായാലും വളരെ രസകരമായാണ്. ഇങ്ങോട്ട് എൻട്രൻസിലൊക്കെ വരുമ്പോൾ തന്നെ വീഡിയോയിൽ കാണിക്കേണ്ട എൻട്രൻസിലൊക്കെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക നമുക്കൊരു ഫോട്ടോഗ്രാഫി പ്ലേസ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ ഒരു ഫോട്ടോ പോസ്റ്റിനൊക്കെ പറ്റിയ ഒരു ഏരിയയിൽ